അവരുടെ കഴുത്തിലെ കെട്ടുതാലി വരെ പൊട്ടിച്ചു കൊണ്ടുപോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ ദയനീയമാണ്. മാസം 5.5 വർഷം അടച്ചപ്പോൾ ആ കസ്റ്റമറുടെ കയ്യിലുള്ളത് ആദ്യം 1000 രൂപയ്ക്ക് അടച്ച ബോണ്ടും അവസാനം അടച്ച 1000 രൂപയുടെ ബില്ലും. അപ്പോൾ വെറും 2000 രൂപയുടെ ഡോക്യുമെന്റ്സ് മാത്രമാണ് കസ്റ്റമറുടെ കൈവശം ഉള്ളത്. അതിനോടൊപ്പം തന്നെ ബോണ്ട് നഷ്ടപ്പെട്ട കസ്റ്റമറുണ്ട്, ബില്ല് നഷ്ടപ്പെട്ട കസ്റ്റമറുണ്ട്, ഡെത്തായി പോയ കസ്റ്റമറുണ്ട്. അപ്പൊ ഇവർക്കെല്ലാത്തിനും എന്താണ് പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ ഈ 18 ലക്ഷം പേരും സുപ്രീം കോടതിയിൽ പോയി കേസ് കൊടുക്കുന്നതിന് ശേഷിയുള്ളവരല്ല. അവർക്ക് ആകെ ആശ്രയം മരണമാണ്. നമസ്കാരം. ഇന്ത്യയിലെമ്പാടുമുള്ള PACL നിക്ഷേപകർ ഇപ്പോൾ പൊറുതിമുട്ടിയ സാഹചര്യത്തിലാണുള്ളത്. അവർ ജീവൻ ഒടുക്കണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി, ഈ നിക്ഷേപകരുടെ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് ജോയ് കൈതാരത്ത്. നിങ്ങൾ ഈ മാർച്ചിലൂടെ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്? മാർച്ചിലൂടെ ഉന്നയിക്കുന്ന ആവശ്യമെന്ന് പറയുമ്പോൾ 2016 ഫെബ്രുവരി മാസം 2-ാം തീയതി സുപ്രീം കോടതി നടപ്പിലാക്കിയ ഒരു താൽക്കാലിക ഉത്തരവുണ്ട്. അപ്പോൾ ആ ഉത്തരവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ മുഴുവൻ 6 കോടിയോളം കസ്റ്റമേഴ്സ് ഈ കമ്പനിയിലുണ്ട്. അപ്പോൾ 49,100 കോടി രൂപയാണ് നമുക്ക് റിട്ടേൺ കിട്ടേണ്ടത്. ആ ഒരു 2016 വിധി നടപ്പിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ആ വിധി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ലോധ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് RM ലോധ അധ്യക്ഷനായിട്ടൊരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണം തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 20,000 രൂപ വരെയുള്ള തുകയാണ് അവരിപ്പോൾ തിരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 2,500 നിന്ന് തുടങ്ങി ഘട്ടം ഘട്ടമായിട്ട് 20,000 രൂപ വരെയുള്ള തുക അവർ കൊടുക്കുന്നു. എന്നാൽ കൊടുക്കുന്നതിൽ ഒരുപാട് വീഴ്ചകളുണ്ട്. വീഴ്ചകളെന്ന് പറയുമ്പോൾ, കമ്പനി വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് കമ്പനിയിൽ അടച്ച നിക്ഷേപകരോട് കമ്പനി പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം അടച്ച ബോണ്ടും അവസാനം അടച്ച ബില്ലും മാത്രം കൊടുത്ത് പണം തിരികെ വാങ്ങുക. എന്നാൽ ലോധ കമ്മിറ്റി ചോദിക്കുന്നത് നിങ്ങൾ തുടങ്ങിയ അന്ന് മുതൽ അവസാനം വരെയുള്ള എല്ലാ ബില്ലും വയ്ക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. കാരണം പഠിപ്പറിവില്ലാത്ത ഒരുപാട് ആൾക്കാരാണ് ഇതിൽ നിക്ഷേപകരായിട്ടുള്ളത്. അവർ ആദ്യം അടച്ച ബോണ്ടും അവസാനം അടച്ച ബില്ലും മതിയെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇടയ്ക്കുള്ള ബില്ലുകളെല്ലാം നഷ്ടപ്പെടുത്തി. അപ്പോൾ ആരുടെയും കയ്യിൽ ഇടയ്ക്കുള്ള ബില്ലില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 1000 രൂപ വെച്ചടച്ച കസ്റ്റമർ ആണെങ്കിൽ 66 മാസം 5.5 വർഷം അടച്ചപ്പോൾ ആ കസ്റ്റമറുടെ കയ്യിലുള്ളത് ആദ്യം 1000 രൂപയ്ക്ക് അടച്ച ബോണ്ടും അവസാനം അടച്ച 1000 രൂപയുടെ ബില്ലും. അപ്പോൾ വെറും 2000 രൂപയുടെ ഡോക്യുമെന്റ്സ് മാത്രമാണ് കസ്റ്റമറുടെ കൈവശം ഉള്ളത്. എന്നാൽ ലോധ കമ്മിറ്റി ചോദിക്കുന്നത് എല്ലാ ബില്ലും ചോദിക്കുന്നു. അപ്പോൾ എല്ലാ ബില്ലും ഇല്ലാതെ വരുമ്പോൾ ഈ 2 ഡോക്യുമെന്റ്സും കൊടുക്കുമ്പോൾ 66,000 രൂപ അടച്ച കസ്റ്റമർക്ക് വെറും 2,000 രൂപ മാത്രമേ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ഇത് മാത്രമല്ല, കമ്പനി പൂട്ടുന്ന സമയത്ത് ചെക്ക് ബൗൺസായ കേസുണ്ട്. അതിനോടൊപ്പം തന്നെ ബോണ്ട് നഷ്ടപ്പെട്ട കസ്റ്റമറുണ്ട്, ബില്ല് നഷ്ടപ്പെട്ട കസ്റ്റമറുണ്ട്, ഡെത്തായി പോയ കസ്റ്റമറുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാത്തിനും എന്താണ് പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ല, സുപ്രീം കോടതിയും ലോധ കമ്മിറ്റിയും പറയുന്നതനുസരിച്ച് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് സെബിയുടെ ഓഫീസിൽ നാം ചോദിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയണമെങ്കിൽ സുപ്രീം കോടതിയിൽ മാത്രമേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് പൂർണ്ണ ബോധ്യമുള്ളതിനാൽ, ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു അഡ്വക്കേറ്റിനെ വെച്ച് നമുക്ക് ഈ കേസ് നടത്തണമെങ്കിൽ പല ലക്ഷങ്ങളും കോടികളും ചിലവാകും. അതിന് സാധാരണപ്പെട്ട ആരും തയ്യാറാവത്തില്ല. അതിന് ഇവിടെ കേരളത്താണെങ്കിൽ ഏതാണ്ട് 18 ലക്ഷത്തോളം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഈ ഒരു ബുദ്ധിമുട്ട് കണക്കാക്കി നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് ഈ കേസിൽ കക്ഷി ചേരുകയും സുപ്രീം കോടതിയിൽ വക്കീലിനെ വെച്ച് നമ്മുടെ ആവശ്യം, നമ്മുടെ ബുദ്ധിമുട്ടുകൾ അവിടെ പറഞ്ഞ് നമ്മുടെ പണം എത്രയും വേഗം നമുക്ക് തിരിച്ചു വാങ്ങി തരണമെന്നാണ് നമ്മുടെ ആവശ്യം. ഏകദേശം കേരളത്തിൽ നിന്നും എത്ര രൂപ ഉണ്ടാവും? ഏകദേശം കേരളത്തിൽ നിന്ന് ഒരു 10,000 കോടിയോളം രൂപ ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ത്യ ഒട്ടുക്കും നമുക്ക് നോക്കുകയാണെങ്കിൽ 49,100 കോടി രൂപ നമുക്ക് കിട്ടാനുണ്ട്. ഇതിൽ 6 കോടിയിലധികം കസ്റ്റമേഴ്സ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ 2016 6 മാസം കൊണ്ട് സെബിയോട് കൊടുക്കാൻ പറഞ്ഞ പണമാണ്. 2016 ഫെബ്രുവരി മാസം 2-ാം തീയതി സുപ്രീം കോടതിയുടെ താൽക്കാലിക ഉത്തരവ് 6 മാസം കൊണ്ട് പണം തിരികെ കൊടുക്കണമെന്നാണ്. ഇപ്പോൾ ഏതാണ്ട് 10 വർഷമാകാൻ പോകുന്നു. 8 വർഷം മുതൽ 10 വർഷം വരെ ആകാൻ പോകുന്നു.
1% ആൾക്കാർക്ക് പോലും ഇതുവരെ പണം നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളിത് ആരെടുത്താണ് പറയേണ്ടത്? നമ്മൾ കേരളത്താണ് ജീവിക്കുന്നത്, കേരള ജനതയാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ കേരളത്തിരുന്നു കൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത്. അപ്പം നമുക്ക് പറയണമെങ്കിൽ നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടുത്തേ പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെ കാണുക, നമ്മുടെ ബുദ്ധിമുട്ട് മുഖ്യമന്ത്രി മനസ്സിലാക്കുക, ഞങ്ങളുടെ പാവപ്പെട്ട ആൾക്കാരുടെ നിക്ഷേപം എത്രയും വേഗം തിരികെ വാങ്ങി തരുന്നതിലേക്ക് വേണ്ടിയിട്ട് പരമാവധി നമ്മുടെ മുഖ്യമന്ത്രി ഇതിനു വേണ്ട എല്ലാ സ്റ്റെപ്പും എടുക്കണമെന്നാണ് നമ്മൾ താഴ്മയായിട്ട് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 2023 നമ്മൾ ആദ്യമായി നിവേദനം കൊടുക്കുകയാണ്. നമ്മളിതേക്കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തി. സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം PACL പണം നിക്ഷേപിച്ച ആളുകളിൽ പലരും ആത്മഹത്യ ചെയ്യുന്നു, ഫീൽഡ് വർക്കർമാർ ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ കേരളത്തിൽ മാത്രം നടന്ന പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഏറെ പ്രശ്നങ്ങളുണ്ട് എന്നും സർക്കാരിൻ്റെ ശ്രദ്ധ PACL നിക്ഷേപകർക്ക് വേണ്ടി ഉണ്ടാകണമെന്നും നമ്മൾക്ക് മനസ്സിലാക്കുകയും നമ്മൾ പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 2023 മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നത്. ആ കാര്യത്തിൽ വളരെ ഗൗരവമായ വിധത്തിലൊരു അന്വേഷണം സർക്കാർ നടത്തി. സംസ്ഥാന പോലീസ് മേധാവി ഈ വിഷയത്തിൽ സർക്കാർ കക്ഷി ചേരാൻ, സുപ്രീം കോടതിയിലെ കേസിൽ കക്ഷി ചേരാൻ ഇത് നയപരമായ ഒരു തീരുമാനമെടുക്കണമെന്ന് ശുപാർശ ചെയ്തു. ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ വൈകിയപ്പോൾ നിക്ഷേപകർ അവർക്ക് വേണ്ടി സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രവും ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തു. ആ റിട്ടിന്മേൽ സർക്കാരിന് സുപ്രീം കോടതിയിലെ കേസിൽ കക്ഷി ചേരുന്നതിന് എന്താണ് കാലതാമസം എന്ന് വ്യക്തമാക്കാനും 4 മാസത്തിനുള്ളിൽ കക്ഷി ചേരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പറഞ്ഞ് കോടതി ഉത്തരവിട്ടു. ആ ഉത്തരവിന്മേൽ സമയപരിധി വൈകിയപ്പോൾ കോടതി സ്വമേധയാ ഒരു കോർട്ടലക്ഷ്യ നടപടി സ്വീകരിച്ചു. അതിന്മേൽ വീണ്ടും ഗവൺമെൻറ് 1 മാസം സമയം ചോദിച്ചു. ഗവൺമെൻറ് അഡ്വക്കേറ്റ് ജനറലിന് ഒപ്പീനിയന് വേണ്ടി നിയമോപദേശത്തിന് വേണ്ടി അയച്ചു. നിയമോപദേശം നൽകിയപ്പോൾ പറയുന്നത് ഈ കാര്യത്തിൽ സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ കേസിൽ കക്ഷി ചേരാവുന്നതാണ് എന്ന് പറഞ്ഞു. സർക്കാർ സ്വാഭാവികമായും ജനപക്ഷത്ത് നിൽക്കുന്നുവെങ്കിൽ സർക്കാരിന് കക്ഷി ചേരാൻ കഴിയുന്നതാണ്. സർക്കാരിന് ഇത് കക്ഷി ചേരുന്നത് കൊണ്ടൊരു നഷ്ടവുമില്ല. ഇവിടുത്തെ 18 ലക്ഷത്തോളം വരുന്ന നിക്ഷേപകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകും. ഈ 18 ലക്ഷം പേരും സുപ്രീം കോടതിയിൽ പോയി കേസ് കൊടുക്കുന്നതിന് ശേഷിയുള്ളവരല്ല. അവർക്ക് ആകെ ആശ്രയം മരണമാണ്. പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പലർക്കും. അവർ പുറത്തിറങ്ങുമ്പോൾ ഇവരാൽ പണം നിക്ഷേപിക്കപ്പെട്ട ആളുകൾ അവരെ പിടിച്ചു നിർത്തുകയാണ്. അവരുടെ കഴുത്തിലെ കെട്ടുതാലി വരെ പൊട്ടിച്ചു കൊണ്ടുപോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ ദയനീയമാണ്. ഗവൺമെൻറ് ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എങ്കിൽ തീർച്ചയായും ഇതിനകത്ത് കക്ഷി ചേരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയാണ് ഞങ്ങളെ ഇങ്ങോട്ട് നയിപ്പിച്ചിട്ടുള്ളത്.